അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവരുടെ അടുത്ത് തന്നെ പറഞ്ഞു എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പേയ്മെന്റ് അവർ നല്ല രീതിയിലാണ് പേയ്മെന്റ് തന്നു. അങ്ങനെ പടം ഇറങ്ങി വീണ്ടും പാട്ട് ഹിറ്റിലേക്ക് ഈ എന്താ പറയാ പാനിധി ഹിറ്റായി, IPL വന്നു. അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ളവരും റീൽസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ സന്തോഷമാണ് നമുക്ക്. ഓക്കെ, നമ്മളെ നയൻതാര ചേച്ചി അങ്ങനെ ചില്ലറക്കാരിയൊന്നും അല്ല കേട്ടോ. സ്വന്തം ഒരു പ്രോഡക്റ്റ്, ഒരു നാപ്കിന്റെ പ്രോഡക്റ്റ് ആണ്, എന്തോ ഒരു നെയോണയനോ അങ്ങനെ എന്തോ ഒരു താരം. ആ സാധനത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരാള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു പാട്ട് കട്ടുകൊണ്ടിട്ട് വലിയ ഡയലോഗ് ഇടിയാ, കരിങ്കാളിയല്ലേ പാട്ടുകൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. ആ ഒരു പാട്ട് വെച്ചിട്ട് കായ് ഉണ്ടാക്കി അത് ചോദ്യം ചെയ്തപ്പോ ആ ഒരു പ്രൊഡ്യൂസർ ആയിട്ടുള്ള ആ ഒരു ആൽബത്തിന്റെ പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് പറയാ, നീ പോയി പണി നോക്കടാ. ഇതേ സാധനം തന്നെയല്ലേ ഇപ്പൊ നയൻതാരെ നിനക്കിട്ട് പണി കിട്ടിയത്. 3 സെക്കൻഡ് വീഡിയോക്ക് 10 കോടി ചോദിച്ചപ്പോ ഇഷ്ടപ്പെട്ടില്ല പോലും. അയാൾ ആ ഒരു സിനിമ ഉണ്ടാക്കാനോ വേണ്ടി ആ ഒരു 10 കോടി ചെലവാക്കിയിട്ടില്ല എങ്കിൽ ആ 3 സെക്കൻഡ് പാട്ടോ ആ 3 സെക്കൻഡ് ക്ലിപ്പോ നിങ്ങൾക്ക് കിട്ടില്ലായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ആ 3 സെക്കൻഡിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 കോടി തന്നെയാണ്.